Hello friends, welcome to Alpha to Beta Topic Topper Question Discussion. അപ്പോൾ നമ്മൾ SSLC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മികച്ച കുറച്ച് കൺസെപ്റ്റും അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാനിവിടെ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ആ 30 ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട്. കാണാൻ വേണ്ടി പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലുള്ള ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടോപ്പിക് ടോപ്പർ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ആദ്യം ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കൂടുതൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ വരുന്ന സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പൊ അത് ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിലാണ്, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ബൈഹാർട്ട് പഠിക്കാം എന്നുള്ള കാര്യവും ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ബൈഹാർട്ട് പഠിക്കാം, വായിച്ചു നോക്കുക ഒന്നോ രണ്ടോ തവണ, എന്നിട്ട് ഡൗട്ടുള്ള അബ്രിവിയേഷൻസ് ഒക്കെ എഴുതിയെടുക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം മുതലേ ക്വസ്റ്റ്യൻസ് ഓരോന്നിലേക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതെല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSLC എക്സാമിന് ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓരോ ഇക്വേഷൻസും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസിനെ കുറിച്ച് പറയും, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷനുമായിട്ടൊക്കെ ഒരു പരിചയം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇതിന് കുറെ അബ്രിവിയേഷൻസ്, എഫ് എന്താണ്, ഡി എന്താണ്, എൻ എന്താണ്, എക്സ് എൻ എന്താണ്, എസ് എൻ എന്താണ് എന്നൊക്കെ അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെയ്യാം. ഒരു 15 ക്വസ്റ്റ്യൻസ് വീതം രണ്ട് സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 4 ആൻഡ് കോമൺ ഡിഫറൻസ് 3. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 4. നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതോ ആയിട്ടുള്ള സീക്വൻസുകളാണ് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം 4 ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്ത ടേം എഴുതാൻ വേണ്ടി പറ്റും, കാരണം കോമൺ ഡിഫറൻസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4 + 3 7 വരും നെക്സ്റ്റ് ടേം, 7 + 3 10 വരും നെക്സ്റ്റ് ടേം, 10 + 3 13 വരും നെക്സ്റ്റ് ടേം, എക്സെട്ര. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഒരു 1 മാർക്കിനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ബേസിക് കൺസെപ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദി ആൾജിബ്ര ആൻഡ് 20th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 7 10 13 എക്സെട്ര. ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസിന്റെ ആദ്യത്തിൽ തന്നെ കാണാം. ദി xn is equal to f plus n minus 1 into d and xn is equal to dn plus f minus d. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാണെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത് രണ്ടും. ഓക്കെ, ഇത് രണ്ടാളും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്? xn is equal to dn plus f minus d. dn plus f minus d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ d is here, common difference is 3. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആണ് മനസ്സിലാവും. സോ 3n എന്ന് വരും. then plus ഫസ്റ്റ് ടേം എത്രയാണെന്ന് നോക്കാം, 7 വരും, മൈനസ് d again, that is 3. so 3n plus 4 ആണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസർ ആയിട്ട് കിട്ടുക. 3n plus 4 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ്. അതുമല്ലെങ്കിൽ nth ടേം എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെ തന്നെയാണ്,
ഈ 3n+4 തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും nth ടേം is equal to 3n+4 അല്ലെങ്കിൽ ജനറൽ ഫോം is equal to 3n+4. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് n-ന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, n-ന്റെ വാല്യൂ 2 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും ആ അരിത്തമെറ്റിക് സീക്വൻസിലെ, n-ന്റെ വാല്യൂ 3 കൊടുത്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും ആ അരിത്തമെറ്റിക് സീക്വൻസിലെ. ഓക്കെ, പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞത് n-ന്റെ വാല്യൂ 20 കൊടുക്കാനാണ്, x20 കാണാനാണ് പറഞ്ഞത്. സോ x20 is equal to 3 into 20 plus 4. 3 into 20 plus 4. 3 into 20 60 ആണ്. 60 plus 4 64 ആണ് ആൻസർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദ ഫിഫ്ത് ടേം ഈസ് 10 and 10th term is 5, what is the common difference? Also find its general form എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ടേം 10, അതായത് x5 equal to 10 എന്നും x10 is equal to 5 എന്നാണ് തന്നിട്ടുള്ളത്. അത് ഓൾട്ടർനേറ്റീവ്ലി വൈസ് വേഴ്സ എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് അഞ്ചാമത്തെ ആള് 10, 10ാമത്തെ ആള് 5. ഇനി നിങ്ങളോട് ചോദിക്കാം 8ാമത്തെ ടേം 12, 12ാമത്തെ ടേം 8. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും എക്സാമിന് കാണുന്നതാണ്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് divided by position difference. Term difference divided by position difference. അപ്പോൾ നമുക്ക് ടേംസിന്റെ ഡിഫറൻസ് എടുക്കാം. ടേംസിന്റെ ഡിഫറൻസ് പറയുമ്പോൾ 10ന്റെ 5ന്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് 10 - 5 ഞാൻ എടുക്കുമ്പോൾ അതിന്റെ താഴെ എടുക്കേണ്ടത് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. അതായത് 10ാമത്തെ ആളുടെ പൊസിഷൻ എത്രയാണ്? 5 ആണ്. 5ാമത്തെ ആളുടെ പൊസിഷൻ എത്രയാണ്? 10 ആണ്. അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, so 10 - 5 divided by 5 - 10 വരും. That will be equal to 1/-1 വരും. Answer will be -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടി. അതായത് ഈ സീക്വൻസിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സീക്വൻസ് കുറഞ്ഞു വരുന്ന സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, പക്ഷെ ഫിഫ്ത് ടേം അറിയാം 10 ആണ്. ഈ സീക്വൻസ് ഒരു നെഗറ്റീവ് സീക്വൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് -1 ആയതുകൊണ്ട് ഈ സീക്വൻസിലെ ടേംസ് കുറഞ്ഞു വരുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്. അപ്പോ 10ന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ 11 ആയിരിക്കും. കാരണം 11 1 മൈനസ് ചെയ്താലല്ലേ നമുക്ക് 10 കിട്ടുള്ളൂ. ദെൻ 11ന്റെ തൊട്ട് ബാക്കിലെ ടേം 12 ആയിരിക്കും. 12ന് തൊട്ട് ബാക്കിലെ ടേം 13 ആയിരിക്കും. 13ന്റെ തൊട്ട് ബാക്കിലെ ടേം 14 ആയിരിക്കും. കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് -1 ആണ്. അതുകൊണ്ടാണ് 14 - 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 13 കിട്ടുക. 13 - 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുക. 12 - 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 11 കിട്ടുക. 11 - 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ടേം 14 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് ജനറൽ ഫോം, ദാറ്റ് ഈസ് xn കാണാൻ പറഞ്ഞിട്ടുണ്ട്. xn is equal to ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? dn plus f minus d. dn plus f minus d എന്ന് വരും. It will be equal to common difference -1 ആയതുകൊണ്ട് -1n plus first term 14 minus d. d ന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? -1 ആണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ 2 മൈനസ് അടുത്തടുത്ത് വന്നത്. ഒന്നാമത് ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, കൂടാതെ നമ്മളെ കോമൺ ഡിഫറൻസിലും ഒരു മൈനസ് ഉണ്ട്. സോ ആൻസർ വിൽ ബി -n+15 എന്ന് വരും. കാരണം എന്താ? 2 നെഗറ്റീവ് സൈൻസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ വിൽ ബി -n+15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ടേം ഓർ നോട്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ടേം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് ഇവിടെ 4 ആണ്. എന്നിട്ട് നമ്മൾ ആ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമിനെ ഈ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് 5 എന്ന് പറയുന്ന ടേമിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് വെക്കാം. 5നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ 5ൽ 4 1 ടൈംസ് ഉണ്ടാവും. 1 × 4 4 ആണ്. റിമൈൻഡർ വിൽ ബി 1. നമുക്ക് റിമൈൻഡർ ഇസ് ഈക്വൽ ടു r ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1 ആണ് കിട്ടും. അതായത്
ഈ സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഏതാ? 198. 198 നമ്മൾ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 4s are 16, റിമൈൻഡർ 3, 38. 38 9 ടൈംസ് വരും, 4 36 വരും. റിമൈൻഡർ വിൽ ബി 2 ആണ് വരിക. റിമൈൻഡർ സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 198 is not a term of the arithmetic sequence. 198 എന്തല്ല? സീക്വൻസിലെ ടേം അല്ല. Then അടുത്ത ചെക്ക് ചെയ്യാൻ പറഞ്ഞ 201 ആണ്. ക്ലിയർലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 200 എന്ന് പറഞ്ഞാൽ 4 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 201 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എന്തായാലും 1 വരും. അപ്പൊ 4 200ൽ 4 50 ടൈംസ് വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി 200. ദെൻ റിമൈൻഡർ വിൽ ബി 1. സോ നമുക്ക് അവിടെ റിമൈൻഡേഴ്സ് സെയിം കിട്ടി. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ടേം ചെയ്തപ്പോഴും കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? 201 is a term of the arithmetic sequence. Is a term of the arithmetic sequence. Okay. ടേം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈസ് 256 a term of the arithmetic sequence 6, 10, 14, 18, etc. നമുക്ക് നിങ്ങൾക്ക് അറിയാം കോമൺ ഡിഫറൻസ് എത്ര നോക്കാം. കോമൺ ഡിഫറൻസ് 4 ആണ്. നമ്മളൊരു ടേം 10 എടുത്താണ്. 10നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് വരും, 8 വരും. റിമൈൻഡർ വിൽ ബി 2. അപ്പൊ നമുക്ക് റിമൈൻഡർ 2 കിട്ടണം. ഈ സീക്വൻസിലെ ടേം ആണെങ്കിൽ റിമൈൻഡർ 2 കിട്ടണം. ടേം അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടൂല. ഓക്കെ, നമ്മൾ 256 ആരെ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാണ്? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാണ്. സോ 25ൽ 4 6 ടൈംസ് വരും. ഇറ്റ് വിൽ ബി 24. ദെൻ 114ൽ 4 3 ടൈംസ് വരും. 3 4s are 12. റിമൈൻഡർ ഈസ് 2. യെസ്, വെരി ഗുഡ്. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടിയിട്ടുണ്ട്? സോറി, 256 ആണല്ലേ നമ്മളോട് പറഞ്ഞത്. ഞാൻ 254 ആ ചെയ്തത്. സോറി, 256 ആണ് വരിക. അപ്പോ ചെറിയൊരു ചേഞ്ച് വരും. 256 ആണ് കേട്ടോ. 256. ഓക്കെ, 256 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 4 1 റിമൈൻഡർ വിൽ ബി എത്രയാണ്? 16 വരും. 16ൽ 4 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ അത് മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അത് ഞാൻ 254 ആയിരുന്നു ചെയ്തത്. പക്ഷെ 254 അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ, 256 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ 16 തന്നെ വരും. റിമൈൻഡർ വിൽ ബി 0. നമുക്ക് റിമൈൻഡർ 2 ആണ് വേണ്ടത്. അതിന്റെ മീനിങ് എന്താണ്? 256 is not a term of the arithmetic sequence. Then നമുക്ക് 150 ചെക്ക് ചെയ്ത് നോക്കാം. 150 divided by 4 will be 3 times 3 4s are 12. Then 3 30ൽ 4 7 times 28. Yes, it is 2. റിമൈൻഡർ നമുക്ക് കിട്ടി. അപ്പൊ റിമൈൻഡർ സെയിം കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? 150 is a term of the arithmetic sequence. Okay, ഇത്തരത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ടേം ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തു. Then അടുത്ത ചോദ്യം മക്കളെ, how many 3-digit numbers are there which are multiple of 6? How many 3-digit numbers are there which are multiple of 6 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യാം. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n is equal to last term minus first term divided by common difference plus 1. ഈ പ്ലസ് 1 ഏറ്റവും അവസാനമാണ് ചെയ്യേണ്ടത്, നമുക്കറിയാം. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ ആദ്യത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബൈ ഹാർട്ട് പഠിക്കേണ്ടത്. നമ്മൾ 3-digit നമ്പേഴ്സിൽ 6ന്റെ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3-digit നമ്പേഴ്സിൽ 6ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ നമ്മൾ നോക്കാം? ഫസ്റ്റ് 3-digit നമ്പർ 100 ആണ്. പക്ഷെ 100 എന്തല്ല? 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുപോലെ ലാസ്റ്റ് 3-digit നമ്പർ 999 ആണ്. ഈ 999 എന്തല്ല? 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് ആരാ വേണ്ടത്? 6ന്റെ മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും. ആരെ? നമ്മൾ 100നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. 100നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് 6 4 40ൽ 6 ടൈംസ് 36. റിമൈൻഡർ 4 വന്നു. റിമൈൻഡർ 4 വന്നു പറഞ്ഞാണെങ്കിൽ 100ൽ 6ന്റെ മൾട്ടിപ്പിൾ വരുന്നത് എത്ര വരെ വരുന്നുള്ളൂ? 96 വരെ വരുന്നുള്ളൂ. ബാക്കിയുള്ള 4 എന്താണ്? റിമൈൻഡർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് തൊട്ടടുത്ത ടേം കിട്ടണം. ഇവിടെ റിമൈൻഡർ 4 ആയ സ്ഥിതിക്ക് ഇതിന് 6 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്കത് കറക്റ്റ് 6ന്റെ മൾട്ടിപ്പിൾ കിട്ടും. അപ്പൊ നമ്മൾ 2 ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ എവിടെയും 2 ആഡ് ചെയ്യുക? ഈ 100നോട് 2 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ 102 ആണ് 6ന്റെ മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റ് ടേം എത്ര ആയിട്ട് കിട്ടും? ഈക്വൽ ടു
102 എന്ന് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 96 വരെയാണ് 6ന്റെ മൾട്ടിപ്പിൾ ഉള്ളത്. പിന്നുള്ള 4 100 ആവുകയുള്ളൂ. പക്ഷെ നമുക്ക് 6ന്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ 6 വേണം. അപ്പൊ നമ്മൾ ഈ 96നോട് എത്ര ആഡ് ചെയ്യും? 6 ആഡ് ചെയ്യും. സോ നമുക്ക് 102 കിട്ടും ഫസ്റ്റ് ടേം ആയിട്ട്. സെയിം വേ നമ്മൾ 999 ഡിവൈഡ് ചെയ്ത് നോക്കാം. 999 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് 6, 39 6 6 ടൈംസ് 36, again 39 6 6 times 36, remainder will be 3. നമുക്ക് റിമൈൻഡർ 3 അല്ല വേണ്ടത്, നമുക്ക് എന്താവണം? 6ന്റെ മൾട്ടിപ്പിൾ ആവണം. അതായത് റിമൈൻഡർ 0 വരണം. ഓക്കെ, അല്ലെങ്കിൽ 6 ആയിരിക്കണം. 6 ആകുമ്പോൾ പിന്നെ അതിൽ 2 നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ഇവിടെ 3 വന്ന സ്ഥിതിക്ക് 0 ആക്കണമെങ്കിൽ നമ്മൾ 3 മൈനസ് ചെയ്യണം. ഈ റിമൈൻഡർ ഒഴിവാക്കണം. സോ നമ്മൾ ഈ നമ്പർ 3 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം ആയിട്ടുള്ള എക്സിന്റെ കിട്ടും എത്രയാണ്? 996 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ എവിടെ കൊടുക്കുക? നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 996 minus first term 102 divided by common difference multiple of 6 എന്നാ പറഞ്ഞത്. അപ്പോൾ common difference 6 വരും plus 1. ഓക്കെ, 996 minus 102 എന്ന് പറയുമ്പോൾ 894 എന്ന് വരും. divided by 6 plus 1, it will be equal to 8 ൽ 6 1 times, then 2 remainder, 29 ൽ 6 4 times, then 24, then 5 remainder, 54 ൽ 6 9 times, 149. at last ഒരു 1 ഉണ്ട് plus 1. നമ്മൾ ആൻസർ എത്ര വരിക? 150 ആണ് വരിക. അതായത് 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ 150 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ആരുടെ മൾട്ടിപ്പിൾ? 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ which leaves a remainder 3 on division by 7? ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. 3 ഡിജിറ്റ് തന്നെയാണ്, പക്ഷെ ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. കാരണം 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന നമ്പേഴ്സ് ആയി ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എത്ര കിട്ടുന്നു നോക്കാം. ഓക്കെ, 100നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 times 7, 3 remainder 30, 4 times 4 into 7 28. റിമൈൻഡർ വിൽ ബി 2. നമുക്ക് റിമൈൻഡർ 3 ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ കിട്ടിയത് എത്രയാണ്? 2 ആണ്. ഒരു 3 ആക്കണമെങ്കിൽ ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 100നോട് 1 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും x1 is equal to 101. അതേപോലെ 999 ചെയ്ത് നോക്കാം. 999 divided by 7. 9 1 times 7, 2, 29 4 times 28, then again 1, 19 2 times 14, റിമൈൻഡർ 5 ആ കിട്ടിയത്. നമുക്ക് റിമൈൻഡർ 3 മതി. ഇപ്പൊ 2 കുറയ്ക്കാം, -2. അപ്പൊ നമ്മൾ നമ്പറിൽ നിന്ന് -2 ചെയ്യാം. അപ്പൊ നമുക്ക് ആരെ കിട്ടും? ലാസ്റ്റ് ടേം xn is equal to 997 എന്ന് കിട്ടും. 997 എന്ന് കിട്ടും. 999 നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 ആവും. സോ നമ്മൾ നമ്പറിൽ നിന്നും റിമൈൻഡർ 3 കിട്ടണമെങ്കിൽ 2 മൈനസ് ചെയ്യും. ഓക്കെ, 997. സോ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കാണാം. 2 will be equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 7 ആണ്. ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ് കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, പ്ലസ് 1 വരും. സോ മൈനസ് ചെയ്യുമ്പോൾ 896 divided by 7 plus 1 എന്ന് വരും. 8 1 times, 19 2 times, then 56 8 times plus 1. Answer will be 129 ആണ് നമുക്ക് കിട്ടുക. 7th question answer 129. Then അടുത്ത ചോദ്യം, what is the sum of first 25 terms of the arithmetic sequence? സം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കൂടെ. ഫൈൻഡ് ദി സം. സം കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ സം n/2 into 2x1 plus n minus 1 into d. രണ്ടാമത്തെ സം n/2 into x1 plus xn. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്. അതാണ് കുറച്ചും കൂടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ നല്ലത്. ആദ്യത്തെ ടൈപ്പ് ആണ്. സോ സം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അതിന് നമുക്ക് മാർക്ക് കിട്ടും ഇക്വേഷൻ എഴുതുന്നതിന്. സോ നമ്മൾ ആദ്യം എന്ത് എഴുതും? ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എന്താ? സം is equal to Sn is equal to n/2 into 2x1, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, പ്ലസ് n minus 1 into കോമൺ ഡിഫറൻസ് d. ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 25 ടേമിന്റെ കാണാൻ പറഞ്ഞത്. സോ S25 equal to 25 divided by 2 into 2x1, that is 2 into 2. ഫസ്റ്റ് ടേം 2 ആയതുകൊണ്ട് 2 plus
n minus 1 means 25 minus 1 into common difference 3. So 3 എടുക്കും. Then 25 by 2 12.5 എന്ന് എടുക്കണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. 25 divided by 2. 25 by 2 അങ്ങനെ തന്നെ വെക്കുക, കാരണം അത് കട്ടായി പോകും. നമ്മൾ 25 by 2 ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 25 by 2 into 2 into 2 4 plus 24 into 3. 24 into 3 will be 72. Then 25 divided by 2 into 72 plus 4 is 76. അപ്പോൾ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്യാം. ഈ 76നെ ഹാഫ് ആക്കാം. 76നെ ഹാഫ് ആക്കുമ്പോൾ 38. അപ്പോൾ നമ്മുടെ ആൻസർ 25 into 38. 25 into 38 എന്ന് പറയുമ്പോൾ 40 into 25 ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ 38 into 25 എന്ന് പറയുമ്പോൾ 2 25 മൈനസ് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ 950 വരും. 950 ആണ് നമ്മുടെ ആൻസർ. 8th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, then 9th question, same question ആണ്. Find the sum of first 30 terms of the arithmetic sequence. Okay, അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊടുക്കാം find the sum of first 30 terms of the arithmetic sequence എന്ന് പറയുമ്പോൾ S30 equal to 30 divided by 2 into 2x1, that is 2 into 11 plus n minus 1, that is 30 minus 1 into common difference 4. Okay, 30 by 2 is 15 ആണ്. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമല്ലോ. 30 by 2 15 ആണെന്ന് നമുക്ക് അറിയാലോ. സോ 30 by 2 15 എഴുതി, into 2 into 11 22 plus 29 into 4. 29 into 4. 29 into 4 എന്ന് പറയുമ്പോൾ 30 into 4 120 ആണ്. അപ്പോൾ 29 into 4 എന്ന് പറയുമ്പോൾ 116 വരും. 116 വരും. സോ നമ്മുടെ ആൻസർ 15 into 22 plus 116 വരും. നിങ്ങൾ 29 into 4 ഞാൻ ചെയ്ത പോലെ മൈൻഡിൽ ചെയ്യണമെന്നില്ല. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് 116 കിട്ടും. അപ്പോൾ 116 plus 22 എന്ന് പറയുമ്പോൾ 118 128 138 138 into 15 എന്ന് വരും. 15 into 138. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ചെറിയൊരു പണി ഞാൻ തരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ അവിടെ എഴുതാം. ഓക്കെ, then 10th question, the sum of first 25 terms of an arithmetic sequence is 750. What is the 13th term of the sequence? അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ, if number of terms is odd, then നമുക്കറിയാം sum is equal to middle term into number of terms. Sum is equal to middle term into number of terms. Sum is equal to middle term into number of terms. ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, അങ്ങനെയും ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചത് 25 ടേംസ് ആണ്. n 25 ആണ്. ഇറ്റ് ഇസ് ആൻ ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് സമ്മ തന്നിട്ടുണ്ട്. സമ്മ എത്രയാണ്? 750. സം ഇസ് ഈക്വൽ ടു 750. നിങ്ങളോട് ചോദിച്ചത് 13th ടേം ആണ്. അതൊരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ ചോദിച്ചാണ് 13th ടേം. ശരിക്കും നിങ്ങളോട് ചോദിച്ചത് മിഡിൽ ടേം ആണ്. കാരണം 25 പേരുള്ള ഒരു ലൈനിൽ മിഡിലിൽ നിൽക്കുന്ന ആള് 13ാമത്തെ ആളായിരിക്കും. 12 പേര് റൈറ്റ് സൈഡിലും 12 പേര് ലെഫ്റ്റ് സൈഡിലും നിൽക്കുമ്പോൾ മിഡിലുള്ളവന്റെ നമ്പർ എത്രാമത്തായിരിക്കും? 13ാമത്തായിരിക്കും. അതായത് 25 plus 1/2 ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് നമ്പറാണോ തന്നത് അതിനോട് plus 1/2 ചെയ്താൽ പൊസിഷൻ കിട്ടും. അപ്പൊ 25നോട് 1 കൂട്ടിയാൽ 26 കിട്ടും. 26/2 13 നമ്മുടെ മിഡിൽ ടേം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ശരിക്കും മിഡിൽ ടേം തന്നെയാണ്. മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താണ്? x13 is equal to sum divided by n. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് തന്ന നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ മതി. 750 divided by 25. 75 25 3 ടൈംസ് വരും. ഒരു 0 ബാക്കിയുണ്ട്. ആൻസർ 30. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം അപ്പൊ എന്ത് ചെയ്യാം ഈ ടൈപ്പ് പ്രോബ്ലംസ്. അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു വെക്കാം. സം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇതിൽ നിങ്ങൾക്ക് 11th ടേം തന്നിട്ടുണ്ട്. അതായത് മിഡിൽ ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 11th ടേം 65 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 21 ടേംസ്. അതായത് നമ്പർ ഓഫ് ടേംസ് 21 ആണെന്ന് അറിയാം. നിങ്ങളോട് ചോദിച്ചത് സം ആണ്. ഓക്കെ, സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ മിഡിൽ ടേം 65 ആണ്. നമ്പർ ഓഫ് ടേംസ് 21 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും.
സോ 1365 വരും ആൻസർ. 1365 ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കൊടുത്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then write the sum of all 3-digit numbers which are multiple of 5. Multiple of 5ന്റെ 3-digit numbers ആണ് ചോദിച്ചത്. 3-digit നമ്പേഴ്സിൽ തന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സം ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3-digit നമ്പേഴ്സിൽ 5ന്റെ മൾട്ടിപ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 5ന്റെ മൾട്ടിപ്പിൾ 100 ആണ്. 100 ആണ് ഫസ്റ്റ് 3-digit നമ്പർ. മുമ്പ് 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുമ്പോൾ യെസ് ഇറ്റ് ഈസ് മുമ്പ് മൾട്ടിപ്പിൾ ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ടേം 999 ആണ്. 999 5ന്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷെ 995 എന്താണ് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതൊക്കെ ലാസ്റ്റ് ടേം കിട്ടി. ഇതിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. കാരണം നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടേമും അറിയാം ലാസ്റ്റ് ടേമും അറിയാം, പക്ഷെ എന്തറിയില്ല? നമ്പർ ഓഫ് ടേംസ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? n is equal to last term minus first term divided by common difference plus 1. It will be equal to 895 divided by 5 plus 1 equal to 895 5 1 times, 39 5 7 times, 45 5 9 times plus 1. It will be equal to 180 എന്ന് വരും. നിങ്ങൾ ആൻസർ എന്താ വരിക? 180. So number of terms 180 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? Sn is equal to n-ന്റെ വാല്യൂ കൊടുക്കാം 180 divided by 2 into first term 100 and last term 995 will be equal to 90 into 180 by 2 90 ആണ്. 90 into 1095. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് തരാണ്. 90 into 105 മൾട്ടിപ്ലൈ ചെയ്യാം. ആ ആൻസർ അവിടെ എന്ത് ചെയ്യാം? എഴുതി വെക്കും. ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ദി 12th ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. റൈറ്റ് ദി ടേംസ് ഓഫ് ദി നെക്സ്റ്റ് 2 ലൈൻസ്. നിങ്ങൾക്ക് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിന്റെ നെക്സ്റ്റ് 2 ലൈൻസിലെ പാറ്റേണിലെ ടേംസ് എഴുതാനാണ് പറഞ്ഞത്, ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. നോക്കിയാൽ മനസ്സിലാവും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 4 7 10 13 16 19 22 എക്സെട്ര. കോമൺ ഡിഫറൻസ് 3 ആണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ് ഫിൽ ചെയ്യാൻ. 31നോട് 3 ആഡ് ചെയ്യുക 34 വരും. 34നോട് 3 ആഡ് ചെയ്യുക 37 വരും. 37നോട് 3 ആഡ് ചെയ്യുക 40 വരും. 40യോട് 3 ആഡ് ചെയ്യുക 43 വരും. 43യോട് 3 ആഡ് ചെയ്യുക 46 വരും. അടുത്ത ലൈനിൽ അതേപോലെ ഫില്ല് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി 10th ലൈൻ. 10th ലൈനിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്മൾ ഗിവൺ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ പൊസിഷൻ നോക്കാം. ഈ ടേമിന്റെ, അതായത് ഓരോ ലൈനിലെയും ലാസ്റ്റ് ടേംസ് നോക്കാം. 4 അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റത്തെ ആളാണ് അല്ലെ. 10 നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ മൂന്നാമത്തെ ആളാണ്. ദെൻ 19 നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ 4 5 6 ആറാമത്തെ ആളാണ്, 6th. 31 7 8 9 10ാമത്തെ ആളാണ്, 10th ടേം അരിത്തമെറ്റിക് സീക്വൻസിൽ. അതായത് ഇവരുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഈ പൊസിഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓരോ ലൈനിലും ഫസ്റ്റ് ലൈനിൽ ഒരാള്, സെക്കൻഡ് ലൈനിൽ 2 ആള്, തേർഡ് ലൈനിൽ 3 ആള്, ഫോർത്ത് ലൈനിൽ 4 ആള്. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ കിട്ടും. 1 + 2 + 3 1 + 2 + 3 + 4 ചെയ്താൽ നമുക്ക് 10 കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് 10th പൊസിഷൻ ആണ് അല്ലെങ്കിൽ 10th ടേം ആണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. 1 + 2 + 3 + 4 + എക്സെട്ര പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സം ഓഫ് നാച്ചുറൽ നമ്പറിന്റെ ഇക്വേഷൻ കാണാനുള്ള ആൻസർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഞാൻ നേരത്തെ കാണിച്ച പേജിൽ ഉണ്ടായിരുന്നു. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n × n + 1 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊസിഷൻ കിട്ടും. ഓരോ ലൈനിലുടെയും പൊസിഷൻ ഓഫ് ലാസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പോ പൊസിഷൻ ഓഫ് ലാസ്റ്റ് ടേം ഓഫ് 10th ലൈനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ ആണ് ആദ്യം കാണാൻ പോകുന്നത്, ടേം അല്ല. പൊസിഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ n-ന് 10 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 10 × 10 + 1 ഡിവൈഡഡ് ബൈ 2. 10 + 1 എന്ന് പറഞ്ഞാൽ 11 ആണ്.
സോ ഡിവൈഡഡ് ബൈ 2, 10 ബൈ 2 എത്രയാണ്? 5 ആണ്. 5 into 11 നമുക്ക് കിട്ടും 55 ആണ് എന്ത് കിട്ടുക? നമ്മുടെ ഈ സീക്വൻസിന്റെ 10th ലൈനിലുള്ള ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ 55 ആണ്. അതായത് ഈ സീക്വൻസിലെ ഏത് സീക്വൻസിലെ നമ്മളെ മെയിൻ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ 55ാമത്തെ ടേം ആണ് ഈ 10ാമത്തെ ലൈനിലുള്ള അവസാനത്തെ ആള്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x55 ആണ്. x55 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേമിനോട് 54 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. നമ്മളെ ഫസ്റ്റ് ടേം എന്താ? നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 4 ആണ്. 4നോട് 54 കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 54 into കോമൺ ഡിഫറൻസ് 3 അല്ലേ പറഞ്ഞത്? സോ 3 മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 പ്ലസ് 162 എന്ന് വരും. 162 will be 166 എന്ന് വരും. അപ്പൊ നമ്മളുടെ x55 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ഓഫ് 10th ലൈൻ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ടേം ഓഫ് 10th ലൈൻ എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര കിട്ടും? 166 കിട്ടും. ഇനി നമ്മൾ ഇതിലെ ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10ാമത്തെ ലൈനിൽ 10 ആളുണ്ട്. അതായത് നമ്മള് ഫസ്റ്റ് 10ാമത്തെ ലൈനിലുള്ള ആദ്യത്തെ ആളുടെ അടുത്ത് നിന്ന് 9 സ്റ്റെപ്പ് നടന്നിട്ടാണ് നമ്മൾ എവിടെ എത്തിയത്? ലാസ്റ്റ് ടേമിന്റെ അടുത്ത് എത്തിയത് അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ച് ബാക്കോട്ട് പോകണമെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നാൽ മതി? 9 സ്റ്റെപ്പ് നടന്നാൽ മതി. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഇയാളെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആയിട്ടുള്ള x55ൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി? 9 സ്റ്റെപ്സ് ബാക്കോട്ട് നടന്നാൽ മതി. ദാറ്റ് വിൽ ബി 166ൽ നിന്നും എത്ര സ്റ്റെപ്പ് മൈനസ് ചെയ്താൽ മതി? 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 166 മൈനസ് 27. 166ൽ നിന്ന് 27 മൈനസ് ചെയ്താൽ എത്ര? 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 146 വരും. 7 കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 139 വരും. അതായത് 10th ലൈനിലുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 139 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 166 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് 10th ലൈനാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് 20th ലൈൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ചെയ്ത പോലെ ഒന്ന് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. നമ്മളിതില് മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ആ ലൈനിലുള്ള ഓരോ ലൈനിലുള്ളയും ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നത്? നമ്മളെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം. അവിടെ ഞാൻ കുറച്ചധികം സ്പേസ് ഇട്ടിട്ടുണ്ട്. 20th ലൈനും കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ 14th ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കും. ദെൻ അടുത്തൊരു പാർട്ട് കൂടെ ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, എക്സ് എന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് ഫൈൻഡ് ദി ഫസ്റ്റ് 3 ടേംസ്. വളരെ സിമ്പിൾ ആണ്. x1 കാണാൻ പറഞ്ഞിട്ടുണ്ട്, x2 കാണാൻ പറഞ്ഞിട്ടുണ്ട്, x3 കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ അതിന് 1 കൊടുക്കാം. ദാറ്റ് ഈസ് 3 into 1 plus 5. 3 into 1 plus 5 എത്ര മക്കളെ? 8 ആണ് വരിക. ദെൻ അടുത്തത് x2, ദാറ്റ് ഈസ് 3 into 2 plus 5. 3 into 2 plus 5 എന്ന് പറയുമ്പോൾ 6 plus 5 11. ദെൻ അടുത്തത് 3 into 3 plus 5, ദാറ്റ് ഈസ് 3 into 3 9, 9 plus 5 40. നമുക്ക് ഫസ്റ്റ് 3 ടേംസ് കിട്ടി. ഈ സീക്വൻസ് ഏതാണ് കിട്ടിയതാണ്? 8, 11, 40 എക്സെട്ര. കോമൺ ഡിഫറൻസ് 3 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഫൈൻഡ് ദി 11th ടേം. 11th ടേം പറഞ്ഞാൽ x11 അല്ല. x11 is equal to 3 into 11 plus 5. 3 into 11 എത്ര മക്കളെ? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യാം കേട്ടോ. 3 into 11 33, 33 plus 5 38 എന്ന് വരും. ഓക്കെ, നമുക്ക് 11th ടേം കിട്ടിയപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. 10 ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. സോ S10 is equal to 10 by 2 into 2x1, that is 2 into ഫസ്റ്റ് ടേം എത്ര? 8 പ്ലസ് n minus 1 എന്ന് പറയുമ്പോൾ 9 into കോമൺ ഡിഫറൻസ് 3. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 10 by 2 5 വരും. 5 into 2 8 16 വരും. പ്ലസ് 3 into 9 27 വരും. 27 16 27 10 37 6 43. 43 into 5 വരും. 43 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 5 15 5 21 4 5 21 21. 215 ആണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ, അഥവാ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ദെൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 230 ഈ സീക്വൻസിൽ ടേം ആണോ എന്നാണ്. നമ്മൾ നേരത്തെ ചെയ്തതാണ് ടൈപ്പ്. അതായത് നമ്മളെ
കോമൺ ഡിഫറൻസ് കൊണ്ട് കോമൺ ഡിഫറൻസ് 3 വെച്ച് നമ്മൾ സീക്വൻസിലെ ടേമിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. സീക്വൻസിലെ ഒരു ടേം ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ? 14 ഉണ്ട്, 11 ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ 14 എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്ത് നോക്കാം. 14 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ടൈംസ് വരും. 4 3s are 12 വരും, റിമൈൻഡർ 2 വരും. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 2 വരും. അപ്പൊ നമ്മളോട് ചോദിച്ച 230 ആണ്. 230 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 230 ഡിവൈഡഡ് ബൈ 3. 3 7 ടൈംസ് വരും. 7 3s are 21 വരും. 2 വരും. 20 3 6 ടൈംസ് വരും. 18 വരും. Remainder will be 2. Yes, remainder same ആണ്. Therefore 230 is a term of the arithmetic sequence. 230 എന്താണ്? ഈ ഒരു arithmetic sequenceന്റെ term ആണ്. 230 is a term of the arithmetic sequence. വളരെ നല്ലൊരു ചോദ്യമാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. Then ചോദിച്ചിട്ടുള്ളത് what is the position of 305? ഇത് ഭയങ്കര സിമ്പിൾ ആണ് മക്കളെ, എല്ലാവരും ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓൾജിബ്ര തന്നിട്ടുണ്ട്, എന്താണ്? 3n + 5. അപ്പൊ ഈ 3n + 5 എന്നിന് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 305 കിട്ടുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചത്? അതെന്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ ആദ്യം 3n + 5 = 305 എഴുതാം. എന്നിട്ട് 3n = ഈ 5 റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -5 ആവും. ദാറ്റ് ഈസ് 305 - 5. 305 - 5 എത്രയാണ്? 300 വരും. അപ്പൊ നമുക്ക് 3n 300 ആണെങ്കിൽ n = 300 ഡിവൈഡഡ് ബൈ 3. 300 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 100 വരും. സോ നമ്പർ ഓഫ് ടേം അല്ലെങ്കിൽ ആ 305ന്റെ പൊസിഷൻ എത്രയാണ്? 100 ആണ്. ആ സീക്വൻസിലെ 100ാമത്തെ ആളാണ് 305 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സമ്മിന്റെ ഓൾജിബ്രയിലേക്ക് കടക്കുന്നുണ്ട്. ആ ടോപ്പിക് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യും. നമ്മൾ അടുത്ത സെഷൻ മുതൽ ബാക്കി 16 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിലായിരിക്കും എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ എഴുതിയ ടോപ്പിക് ടോപ്പറിൽ എഴുതിയ ബുക്കിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടിട്ട്. ദെൻ വരുന്ന സംശയങ്ങൾ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.